ഫ്രണ്ട്സ്, ഞാൻ നിത്യ. ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീയുടെ 3-ാം പാർട്ട് ഇടുമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ മണ്ണിയറയിൽ പോകുന്നതിൻ്റെ ആയിരുന്നു സംഭവം. സത്യം പറഞ്ഞാൽ ഗെറ്റ് റെഡി വിത്ത് മീയും ഈ മണ്ണിയറയിൽ പോകുന്നതും കൂടെ ആയിരുന്നു ഞാൻ കാണിക്കുന്നത്. പക്ഷേ എനിക്കൊരു കാര്യം സംഭവിച്ചു. എനിക്കിത് എടുക്കാൻ പറ്റിയില്ല. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്കിപ്പം പറഞ്ഞു തരാം അത് ആ കഥ എങ്ങനെയായിരുന്നു. പക്ഷെ എനിക്ക് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അതുപോലത്തെ ഒരു സാഹചര്യത്തിലായിരുന്നു ഞാൻ പറഞ്ഞുതരാം അങ്ങോട്ട് പോയ കാര്യങ്ങളെല്ലാം. ഞങ്ങളിങ്ങനെ അങ്ങോട്ട് ചെന്നപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് യൂട്യൂബിൽ ഇടാനായിട്ട്. പക്ഷേ അത് എനിക്ക് ഇടാൻ പറ്റിയില്ല. അതെന്തോ ഒരു കാരണവശാൽ അത് പോയി ഡിലീറ്റായി പോയി. എന്ത് കൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഡിലീറ്റായി പോയി. ഞാൻ എൻ്റെ സ്കൂളും എൻ്റെ അച്ഛൻ വർക്ക് ചെയ്യുന്ന കടയും പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ചേരെ കണ്ടായിരുന്നു. അതൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. പിന്നെ എൻ്റെ അമ്മയുടെ സ്ഥലവും എൻ്റെ മാമിയുടെ വീടും ഒക്കെ കാണിക്കാമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. പക്ഷെ അതങ്ങ് പോയി. എന്ത് ചെയ്യാനാണ്. ഉറപ്പായിട്ടും ഞാൻ എൻ്റെ വഴിയും കാര്യങ്ങളെല്ലാം ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ ഉറപ്പായിട്ടും ഇടുന്നതായിരിക്കും. അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇടാൻ പറ്റത്തുള്ളൂ. അമ്മ ഉള്ള ഒരു ദിവസം ഞാൻ എവിടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഗൈസ് ഞാൻ ഇട്ടിരിക്കും. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാത്തിരിക്കണം. പക്ഷെ എനിക്കിത് എടുക്കാനായിട്ട് പറ്റിയില്ല. 3-ാം പാർട്ട് എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. പിന്നെന്താ, പിന്നെ ഞാനൊരു കാര്യം പറയാനാണ് നിങ്ങളോട് വന്നത്. ഇതായിരുന്നു കേട്ടോ എൻ്റെ ക്യാമറാമാന്. ഇവന് എൻ്റെ കൂടെ മണ്ണിയറ വന്നില്ല. ഞാനായിരുന്നു മണ്ണിയറയിലേക്ക് പോകുന്ന വീഡിയോ ഒക്കെ ഞാനായിരുന്നു എടുത്തത്. പിന്നെ ബാക്കിയെല്ലാം എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീയുടെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഇവനായിരുന്നു എനിക്ക് എടുത്തു തന്നത്. എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങളെല്ലാം എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കുക. എന്നിട്ട് ഞാൻ ഒരു കാര്യം പറയാനാണ് വന്നത്. അത് ഞാൻ പറയാം. ഞാൻ എവിടോട്ടൊക്കെ പോയി. ഞാൻ പറയാൻ വന്ന കാര്യമെന്ന് വെച്ചാൽ എല്ലാവരും എന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങളെനിക്ക് പറഞ്ഞു തരിക. പിന്നെന്താ പറഞ്ഞു തരിക. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ വന്നത്. പ്ലീസ് ദയവ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബൈ.